നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമുക്ക് തിരുവചനത്തിൽ നിന്ന് ഒരു വചനം വായിക്കാം. എബ്രായർക്ക് ലേഖനം 11 അധ്യായം അതിൻ്റെ 1 വചനം വായിക്കാം. വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ഹല്ലേലൂയ വിശ്വാസത്തെക്കുറിച്ചാണ് ഇവിടെ കാണുവാൻ കഴിയുന്നത്. വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പ് കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാകുന്നു. പ്രൈസ് ദി ലോർഡ്. എനിക്ക് ഇന്ന എൻ്റെ ഒരു കാര്യം ദൈവം നടത്തി തരുമെന്ന് നാം വിശ്വാസത്തോടെ മുട്ടിപ്പോട് ദൈവസന്നിധിയിൽ നാം വിശ്വാസത്തോടെ യാചിക്കുമ്പോൾ നമുക്കത് ലഭിക്കുവാൻ ഇടയായിത്തീരുന്നു. പ്രൈസ് ദി ലോർഡ്. എബ്രായർക്ക് ലേഖനം 11 അധ്യായം നാം വായിക്കുമ്പോൾ ഇവിടെ വിശ്വാസ വീരന്മാരുടെ പട്ടിക തന്നെ നമുക്കിവിടെ കാണുവാൻ കഴിയുന്നു. ഭക്തനായ ഹാനോക്കിനെ കുറിച്ച് കാണുവാൻ കഴിയുന്നു. ഹല്ലേലൂയ. ഹാനോക്ക് ദൈവിക അരുളപ്പാടുണ്ടായിട്ട് അതിൻ്റെ 4 തിരുവചനം വിശ്വാസത്താൽ ഹല്ലേലൂയ 5 വചനം വിശ്വാസത്താൽ ഹാനോക്ക് മരണം കാണാതെ എടുക്കപ്പെട്ടു. ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതായി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വിശ്വാസത്താൽ ഹല്ലേലൂയ മുൻ പിതാക്കന്മാർ ഹല്ലേലൂയ അവർ വിശ്വാസത്താൽ യാത്ര ചെയ്തു. വിശ്വാസത്താൽ ദൈവത്തെ അനുകരിച്ചു. വിശ്വാസത്താൽ ദൈവത്തിൻ്റെ കാൽച്ചുവടുകൾ പിൻപറ്റി. പ്രൈസ് ദി ലോർഡ്. നമുക്ക് വിശുദ്ധ വേദോസ്തം പരിശോധിക്കുമ്പോൾ അബ്രഹാമിനെ കുറിച്ച് കാണുവാൻ കഴിയുന്ന ഉൽപ്പത്തി പുസ്തകം 15 അധ്യായം 1 മുതൽ 5, 6 വചനങ്ങളിൽ വായിക്കുമ്പോൾ അവിടെ കാണുവാൻ കഴിയുന്നു. പ്രൈസ് ദി ലോർഡ്. ഉൽപ്പത്തി പുസ്തകം 15 അധ്യായം എൻ്റെ 6 വചനം വായിക്കാം. എന്നാൽ അവൻ യഹോവയിൽ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു. പ്രൈസ് ദി ലോർഡ്. ഇവിടെ അവൻ യഹോവയിൽ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടുവെന്ന് അബ്രഹാമിനെ കുറിച്ച് കാണുവാൻ കഴിയുന്നു. പ്രൈസ് ദി ലോർഡ്. 15 അധ്യായം ഉൽപ്പത്തി പുസ്തകം 15 അധ്യായം 1 മുതൽ 5 വരെ 6 വരെയുള്ള ഭാഗങ്ങൾ വായിക്കാൻ ഇവിടെ കാണുവാൻ കഴിയുന്നത് അബ്രഹാം ദൈവത്തോട് ചോദിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അബ്രഹാമിന് യഹോവയുടെ അരുളപ്പാടുണ്ടായത്. ഹല്ലേലൂയ. അബ്രഹാമേ, ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ പരിചയം നിന്റെ അതിമഹത്തായ പ്രതിഫലവുമാകുന്നു എന്ന് ദൈവം അബ്രഹാമിനോട് പറയുകയാണ്. പ്രൈസ് അബ്രഹാമിനെ വിളിച്ച് വേർതിരിച്ച ദൈവം 12 അധ്യായത്തിലേക്ക് വരുമ്പോൾ ദൈവം അബ്രഹാമിനെ വിളിച്ച് വേർതിരിക്കുകയാണ്. പിതൃഭവനത്തെയും ചാർച്ചക്കാരെയും വിട്ട് ഞാൻ നിന്നെ കാണിപ്പാനേക്ക് ദേശത്തേക്ക് പോകാ എന്ന് ദൈവം അബ്രഹാമിനോട് അരുളി ചെയ്യുന്നു. ആ അബ്രഹാമിന് ദൈവം പുറത്തേക്ക് വിളിച്ച് ഹല്ലേലൂയ കൊണ്ടുവന്നിട്ട് പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ നോക്ക്, ആകാശം നക്ഷത്രത്തെ പോലെ ഞാൻ നിന്റെ സന്തതിയെ അനുഗ്രഹിക്കും, വർദ്ധിപ്പിക്കുമെന്നാണ് ഉൽപ്പത്തി പുസ്തകം 15 അധ്യായം അതിൻ്റെ 5 വചനത്തിൽ പറയുന്നത്. പ്രൈസ്. അപ്പോൾ ദൈവം അബ്രഹാമിനോട് പറയുകയാണ്, ഹല്ലേലൂയ, അബ്രഹാമേ, നിന്റെ ഉദരത്തിൽ നിന്ന് പുറപ്പെടുവൻ തന്നെ നിന്റെ അവകാശിയായിത്തീരും. നിന്റെ ദത്തുപുത്രനായ എലിയാസർ നിന്റെ അവകാശിയാകുകയില്ല എന്ന ദൈവം യഹോവയുടെ അരുളപ്പാട് അബ്രഹാമിനുണ്ടായി. അബ്രഹാം ദൈവത്തിൻ്റെ വാക്ക് അങ്ങനെ ഒരു പൊട്ടനെ പോലെ ദൈവത്തിൻ്റെ വാക്ക് ഉറച്ച് വിശ്വസിച്ചു. ദൈവം അത് നീതിയായി കണക്കിട്ടു. പ്രൈസ്. അബ്രഹാമിനെ ദൈവം തലമുറകളെ നൽകി അനുഗ്രഹിച്ചതായി നമുക്ക് തിരുവനന്തപുരത്തിൽ കാണുവാൻ കഴിയുന്നു. പ്രൈസ്. പ്രിയമുള്ളവരെ, നാം വിശ്വാസത്തോട് ദൈവസന്നിധിയിൽ യാചിക്കുമ്പോൾ നമ്മുടെ വിശ്വാസം പൂർണ്ണ വിശ്വാസമായിരിക്കണം. പ്രൈസ്. നാം പൂർണ്ണ വിശ്വാസത്തോടെ ദൈവസന്നിധിയിൽ നമ്മുടെ ആവശ്യങ്ങളെ സമർപ്പിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് വേണ്ടി ദൈവം സ്വർഗത്തിൽ നിന്ന് കേട്ട് ദൈവം നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ പ്രവർത്തിപ്പാൻ, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുവാൻ യഹോവയ്ക്ക് കഴിയും. ദൈവത്തിന് അസാധ്യമായത് ഒന്നുമില്ല. ദൈവത്തിന് സകലവും സാധ്യമാണ്. പ്രൈസ്. അവനാൽ കഴിയാത്ത ഒന്നുമില്ല. ആ ദൈവത്തിൽ നാം വിശ്വസിച്ചാൽ നമുക്ക് വേണ്ടി വിശ്വാസ നായകന് പൂർത്തി യേശുവിലേക്ക് നോക്കുമ്പോൾ നമുക്ക് വേണ്ടി വീര്യപ്രവർത്തികൾ ചെയ്യുന്ന ദൈവമാണ് ആ യേശു.